അതിന്റെ വിജയരാഘവൻ മാധ്യമങ്ങളെ കാണുന്നു. എന്നാൽ ഇത്തവണത്തെ ഒരു പ്രത്യേകത, പാണക്കാട്ടിൽ നിന്ന് ഒരാൾ പ്രഖ്യാപിച്ചാൽ പിന്നെ അതിന് ചോദ്യം ചെയ്യപ്പെടില്ല എന്നുള്ള ഒരു സാഹചര്യം സാധാരണയായിട്ട് നമ്മൾ കേട്ടുപോരുന്ന ഒരു കാര്യമാണ്. അത് അത്ര സത്യമല്ല എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. പക്ഷേ കേട്ടുപോന്നിരുന്നൊരു കാര്യം അവിടുന്ന് ഒരു തീരുമാനം വന്നിരിക്കുന്നു, പിന്നെ അതിന്മേൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ ഇത്തവണത്തെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ കൂടെ സുദീർഘമായ ഒരു പ്രവർത്തന സൗഹൃദത്തിലൂടെ കോൺഗ്രസിൻ്റെ ചില സൽഗുണങ്ങൾ സ്വാഭാവികമായിട്ടും ലീഗിലേക്ക് വരുമല്ലോ. അതുകൊണ്ട് കോൺഗ്രസിനെ പോലെ തന്നെയാണ് ലീഗും എന്ന് ബോധ്യപ്പെടുത്തുന്ന ചില ചലനങ്ങളും ഇത്തവണത്തെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടു കൂടി രൂപപ്പെട്ടിരിക്കുകയാണ്. ഈ ചലനങ്ങൾ ഇടതുപക്ഷത്തേക്ക് കൂടി ഗുണകരമാകുന്ന രീതിയിലേക്ക് മാറുമോ? അല്ല, അതിപ്പോൾ നമ്മൾ സൂക്ഷ്മതലത്തിൽ നമ്മളിത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ UDF രൂപം കൊണ്ടിട്ടുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇപ്പം ലീഗിൽ വ്യാപിച്ചതിനെ തുടർന്ന് അതിൻ്റെ അനുരണനങ്ങൾ ഉണ്ടാവും എന്നുള്ളത് നിസ്തർക്കമായ ഒരു കാര്യമാണ്. ഇത് അതൃപ്തി രേഖപ്പെടുത്തി ഞാൻ അംഗീകരിച്ചല്ലോ. ബാക്കിയുള്ളതൊന്നും ഇപ്പം എനിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. കാരണം അല്ല, അങ്ങനെ എന്താ ഈ പറയുന്നത്, അവരൊക്കെ പ്രധാനപ്പെട്ട നേതാക്കന്മാരല്ലേ. അവരവരെ അസംതൃപ്തി രേഖപ്പെടുത്തിയെന്ന് വലിയ ഈ അബ്ദുറഹ്മാൻ രണ്ടത്താണി എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുള്ളത് എന്താ വെച്ചാൽ, ലീഗിനെ കേരളീയ പൊതുസമൂഹത്തിൽ മുസ്ലിം ലീഗിന്റെ നയങ്ങളെ അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ പോലെ പ്രതിരോധിച്ച ഒരാളിൽ ആ നയങ്ങളെ മുസ്ലിം ലീഗിനെതിരായി വരുന്ന കാര്യങ്ങളെ പ്രതിരോധിക്കുകയും ലീഗിന് അനുകൂലമായി ഏത് കാര്യങ്ങളെയും ഏതളവ് വരെയും വ്യാഖ്യാനിക്കുകയും ചെയ്തിട്ടുള്ള ലീഗ് നേതാവാണ് അബ്ദുറഹ്മാൻ രണ്ടത്താണി. അത് നമ്മൾ മനസ്സിലാക്കാതെ പോരുത്. അത് MLA ആയിട്ടുണ്ട്. MLA ആവുക മാത്രമല്ല, ലീഗിന്റെ പ്രയാസ ഉണ്ടായ ഘട്ടങ്ങളിൽ, ലീഗ് ഡിഫൻസീവിലും ബാക്ക് ഫുട്ടിലും ഇരുന്ന ഘട്ടങ്ങളിൽ മുസ്ലിം ലീഗിനെ ഏറ്റവും കൂടുതൽ പ്രതിരോധിച്ച് മുസ്ലിം ലീഗിന്റെ വക്താവായി കേരളീയ പൊതുസമൂഹത്തിൽ വന്നിട്ടുള്ളതാണ്. അദ്ദേഹം അസംതൃപ്തനായി എന്നത് ചെറിയൊരു കാര്യമല്ലല്ലോ. അല്ല, അത് ഞാനിപ്പോൾ പറയാൻ പാടില്ല. അതൊക്കെ അദ്ദേഹം ഒരു അതൊരു സത്യമാണ്. ഒരുപാട് മുസ്ലിം ലീഗ്, ഞങ്ങളൊക്കെ ഇവിടെ ഉള്ള ആൾക്കാർ, ഞങ്ങളെല്ലാവരും നല്ല സൗഹൃദത്തിലാണ്. അത് സ്വാഭാവികമാണത്. അല്ല, ഇതൊരു പൊളിറ്റിക്സ് അല്ലേ. അപ്പൊ അതിൽ സ്വാഭാവികമായിട്ടും ഇപ്പൊ രൂപപ്പെട്ട ഒരു രാഷ്ട്രീയ അന്തരീക്ഷമാണ്. ആ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ അതിന്റെ ഒരു ഉൽപ്പന്നം എന്ന് പറയുന്നത് ലീഗിന് അല്ലെങ്കിൽ UDF ഒരുമിച്ച് നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട്. അത്തരം ഒരു സാഹചര്യം രൂപപ്പെട്ടാൽ ആ രൂപപ്പെടുന്ന സാഹചര്യത്തോട് വളരെ പോസിറ്റീവായിട്ട് പ്രതികരിക്കുക എന്നുള്ളതാണ് നമ്മളൊക്കെ ചെയ്യുക. അതിനുള്ള ശ്രമം ഞങ്ങൾ സ്വാഭാവികമായിട്ട് നടത്തും. ഇറങ്ങിയിട്ടില്ലേ? ഞാൻ അറിഞ്ഞിട്ടില്ല. അതിലൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട. ഈ അബ്ദുറഹ്മാൻ ഈ തെരഞ്ഞെടുപ്പില് വളരെ സജീവമായിട്ട് നിങ്ങളുടെ മനസ്സിലിപ്പുണ്ടായ വിഷമമുണ്ടല്ലോ, അത് പരിഹരിക്കുന്ന രൂപത്തിൽ സജീവമായിട്ട് നിങ്ങള് ഈ അബ്ദുറഹ്മാൻ ഇല്ല എന്നല്ല നിങ്ങൾ പറഞ്ഞു. അദ്ദേഹം ഫേസ്ബുക്കിൽ കാണാനില്ല. അങ്ങനെയല്ലേ നിങ്ങൾ കരുതുന്നത് പോലെയല്ല. നല്ല ഈ മലപ്പുറം ജില്ലയുടെ ചരിത്രത്തെ മാറ്റുന്ന തരത്തിൽ കുറെ കൂടി മെച്ചപ്പെട്ട, കഴിഞ്ഞ തവണത്തേക്കാൾ മെച്ചപ്പെട്ടൊരു വിജയം ഇടതുപക്ഷത്തിന് ഉണ്ടാക്കാനാവുമ്പോൾ തന്നെ ഞങ്ങൾ കരുതുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അത് സംബന്ധിച്ചുള്ള എല്ലാ ആലോചനകളിലെയും ഒരു പ്രധാനപ്പെട്ട ആളാണ് ബി അബ്ദുറഹ്മാൻ. ഇത്തരങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇപ്പോ അബ്ദുറഹ്മാൻ എപ്പോഴും ഒരു വളരെ വേഗതയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു MLA മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന്റെ വേഗത ഞങ്ങളുടെ പാർട്ടിക്ക് ഈ ജില്ലയിൽ വളരെ സഹായകരമാണ്. അബ്ദുറഹ്മാൻ ഇടതുപക്ഷത്തോട് സഹകരിച്ചത് മലപ്പുറം ജില്ലയിൽ CPM ഇടതുപക്ഷത്തിനും പൊതുവായ മുന്നേറ്റത്തിനും സഹായകരമായിട്ടാണ്. ഇപ്പൊ രൂപപ്പെട്ടു വന്ന പ്രശ്നങ്ങളിൽ ഈ കാര്യങ്ങളാകെ ഒന്ന് ഇടപെടാൻ അബ്ദുറഹ്മാൻ ഞങ്ങളുമായിട്ട് സഹകരിച്ച് വളരെയേറെ കാര്യമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അത്ര ഇപ്പൊ മനസ്സിലാക്കിയാൽ മതി. ബാക്കി സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കാൻ സാധ്യതയുണ്ടെന്ന് കേൾക്കുന്നു. മങ്കടയിൽ അവിടെ ഒരു ഐക്യത്തിന്റെ സാധ്യത ഉണ്ടോ? അങ്ങനെ കേട്ടോ, അങ്ങനെ ഒരു സാധ്യതകളുണ്ടാണല്ലോ ചോദിക്കുന്നത്. അനുകൂലമാണെന്ന് തോന്നിയാൽ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ച സ്ഥലത്ത് അവരെ മാറ്റി മറ്റൊരാളെ പരിഗണിക്കുന്നത് CPM പരിഗണിക്കും. അങ്ങനെ സാധ്യതയില്ല. അല്ല, CPM നോക്കണമെന്ന് വെച്ചാല് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ MLA കിട്ടാൻ സഹായകരമായ ഒരു പശ്ചാത്തലം എവിടെ രൂപപ്പെട്ടു വന്നാലും അതിനെ ഉപയോഗപ്പെടുത്തുന്ന ഒരു നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. ഒരു സംശയമില്ല.
അത് ആ നിലയിൽ ഒന്നിലേറെ സ്ഥാനാർത്ഥികളും ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും. ഈ ഈ പാർട്ടി രണ്ടത്താണി ഔദ്യോഗികമായി വന്നു കഴിഞ്ഞാൽ പ്രഖ്യാപിച്ച ഏത് മണ്ഡലത്തിലായിരിക്കും പരിഗണിക്കുക? രണ്ടത്താണി വരാൻ തയ്യാറാവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഏത് മണ്ഡലത്തിലേക്ക് അദ്ദേഹത്തെ പരിഗണിക്കും? അങ്ങനെയൊക്കെ അഡ്വാൻസ് ആയിട്ട് ഒരു പത്രസമ്മേളനം നടത്തി പറയാൻ പറ്റും? വരാൻ അല്ല, അങ്ങനെ പറ്റുമോ? ഒരാൾ ഇങ്ങനെ എല്ലാ കാര്യവും നമ്മളൊരു നിങ്ങൾ വന്നു, നമ്മൾ സുഹൃത്തുക്കളാണ്, എല്ലാ കാര്യവും ചോദിച്ചിട്ട് ഇങ്ങനെ എന്നെ ബുദ്ധിമുട്ടിക്കരുത്. അദ്ദേഹത്തോട് ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോ ഞാൻ ആരോടും ആശയവിനിമയം നടത്തിയിട്ടില്ല. ഇതൊക്കെ ഇപ്പോൾ നമ്മള് ഒരു കാര്യം ഞാൻ പറയുന്നുണ്ട്, ഈ ലീഗിന്റെ അല്ലെങ്കിൽ UDF ജില്ലയിലെ പൊതു സ്ഥാനാർത്ഥി നിർണയത്തിൽ വന്നിട്ടുള്ള അസംതൃപ്തി ഉണ്ട്. ആ അസംതൃപ്തി സ്വാഭാവികമായിട്ടും ഞങ്ങളതിലേക്ക് സ്വാഭാവികമായിട്ടും ആ അസംതൃപ്തി രൂപകൊള്ളുമ്പോൾ അത് ഇടതുപക്ഷത്തിന് അനുകൂലമാക്കാമോ എന്ന് നമ്മൾ പരിശോധിക്കുമല്ലോ. ആ പരിശോധന നടത്തുന്നു. പാർട്ടി സ്ഥാനാർത്ഥികളെ മാറ്റുന്ന ഒരു രീതി ഇപ്രാവശ്യം ഉണ്ടാവുമോ? പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളെ മാറ്റുമോ? അത് രൂപപ്പെട്ടു വരുന്ന സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിരിക്കും. പാർട്ടി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി ഇപ്പോൾ തിരൂരിലാണോ താനൂരിലാണോ മത്സരിക്കുന്നത് എന്ന് വ്യക്തമാകാത്തൊരു സാഹചര്യം ഉടലെടുക്കുകയാണ്. അപ്പോൾ അതിലൊരു വ്യക്തത വേണ്ടേ? അബ്ദുറഹ്മാൻ മത്സരിക്കുന്നത് തിരൂരാണോ താനൂരാണോ? പാർട്ടി പ്രഖ്യാപിച്ച ശേഷവും അതിൽ പ്രവർത്തകർക്കടക്കം ആശയക്കുഴപ്പത്തിലാണ്. അല്ല, ആർക്കും ഒരു ആശയക്കുഴപ്പം ഞങ്ങൾക്കില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ആശയക്കുഴപ്പം ഈ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചില്ല. സ്ഥാനാർത്ഥികളെ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പ്രഖ്യാപിച്ചത് മത്സരിക്കാൻ വേണ്ടിയുള്ള സ്ഥാനാർത്ഥികളാണല്ലോ. ഇപ്പോൾ കുറേ പുതിയ സാഹചര്യങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. ആ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ നിലപാടുകളിൽ ചിലപ്പോൾ മാറ്റങ്ങൾ വരുന്നതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കും. സ്ഥലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം എപ്പോഴായിരിക്കും ഉണ്ടാവുക? 3 കൂടിയാണ് ഇനി ബാക്കിയുള്ളത്. അത് എപ്പോഴത്തേക്കായിരിക്കും ഇന്ന് ഉണ്ടാവും? തിരൂർ, കോട്ടക്കൽ, അത് എത്രയും വേഗം ഉണ്ടാവും. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അതിലെ ഒരു വ്യക്തി തടയപ്പെടുന്നു എന്നുള്ളതല്ല, ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച് രാജ്യത്തുണ്ടാക്കിയ തെറ്റായ ഒരു ഇംപ്രഷൻ ഇല്ലാതായി എന്നുള്ളതാണ്. അതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അതാ തെറ്റായ ഒരു ഇംപ്രഷൻ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഒരു സാധാരണ ജനാധിപത്യപരമായ തീരുമാനങ്ങളുടെ പുറത്തെടുക്കുന്ന തീരുമാനങ്ങളാണെന്നും അതിന് ജനാധിപത്യപരമായ തീരുമാനങ്ങളെക്കാൾ മേന്മയുണ്ട് എന്നും സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ആ സ്ഥാപിക്കപ്പെട്ടത് ശരിയല്ല എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ബോധ്യപ്പെടാം. അല്ല, അതിപ്പോൾ നമ്മൾ ഈ രൂപപ്പെട്ടു വന്ന സാഹചര്യങ്ങളോട് എങ്ങനെ അതിന്റെ ഒരു പരിശോധന നടത്തിയിട്ട് എങ്ങനെ നമുക്ക് അനുകൂലമാക്കി മാറ്റാം അല്ലാതെ മറ്റെന്തെങ്കിലും വിസ്മയങ്ങൾ മലപ്പുറത്ത്? തീർച്ചയായിട്ടും.